ഹായ് ഓൾ, എല്ലാവർക്കും ഐ+ ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെസ്റ്റ് ഓഫ് സ്റ്റോർഡ് പ്രൊഡക്ട്സ് എന്ന ടോപ്പിക്കാണ്. അപ്പം നമ്മുടെ അഗ്രികൾച്ചറൽ സയൻസിന്റെ സിലബസ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് സ്റ്റോറേജ് പെസ്റ്റും അതിന്റെ മാനേജ്മെന്റും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. കാരണം നമ്മുടെ മുൻ വർഷങ്ങളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് തുടർച്ചയായിട്ടുള്ള 2015-ലും അതിനുശേഷമുള്ള എക്സാമിനേഷനിലും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒന്നോ അതിൽ കൂടുതലോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് പെസ്റ്റ് ഓഫ് സ്റ്റോർഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. പഠിക്കുമ്പോൾ ഒരു പക്ഷേ കമ്പയർഡ് ടു ബാക്കിയുള്ള ടോപ്പിക്സിൽ നിന്ന് ചെറിയൊരു പ്രയാസം നമുക്ക് നേരിടാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനകത്ത് കുറച്ച് സ്റ്റോറേജ് പെസ്റ്റുകളും അതിന്റെ സയന്റിഫിക് നെയിംസ്, ഫാമിലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെമ്മറൈസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു പ്രയാസം നേരിടാൻ സാധ്യതയുണ്ട്. എന്നാൽ വലിയ പ്രയാസമുള്ള കാര്യമില്ല. നമുക്കൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള റീഡിങ്ങിലൂടെ നമുക്ക് അതല്ലെങ്കിൽ ഓർത്ത് വെച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് സ്റ്റോറേജ് പെസ്റ്റ് എന്താണ് സ്റ്റോറേജ് പെസ്റ്റ് എന്നുള്ളത് എല്ലാവർക്കും ഒരുപക്ഷെ അറിയായിരിക്കും. ആ ഒരു പേരിൽ തന്നെയുണ്ട്. അപ്പൊ നമ്മളൊരു ക്രോപ്പിന്റെ വിളവെടുപ്പിന് ശേഷം നമ്മൾ അതൊരു ഗോഡൌണിലോ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് റൂമിലോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പൊ അത്തരത്തിൽ നമ്മളൊരു ധാന്യ വിളകളാവാം അല്ലെങ്കിൽ പയറുവർഗ്ഗ വിളകളാവാം, ഇത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ പ്രൊഡ്യൂസിനെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫെസ്റ്റ് ചെയ്യുന്ന പെസ്റ്റുകളെ അല്ലെങ്കിൽ കീടങ്ങളെയാണ് നമ്മൾ സ്റ്റോറേജ് പെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഇതിനകത്ത് കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇതൊന്നും ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റോറേജ് പെസ്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ്, അതിന്റെ ഒരു പ്രാധാന്യം പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ജനറൽ ആയിട്ട് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ് ഇറ്റ് മേ വേരീസ് ഫ്രം 8 to 10%, അതിൽ കൂടുതലായിരിക്കും. അതായത് വിളവെടുപ്പിന് ശേഷമുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ലോസസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻസെക്ട്സ് കോൺട്രിബ്യൂട്ട് അറൌണ്ട് 2 to 4% ടു ദ പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ്. ഇപ്പം കീടങ്ങൾ ഇത്രയധികം എന്തുണ്ടാക്കുന്നുണ്ട്, നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ലോസസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കണക്ക് ഞാൻ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഓരോ സിനേറിയോ അനുസരിച്ച്, സിറ്റുവേഷൻസ് അനുസരിച്ച്, ഇയർ അനുസരിച്ചൊക്കെ ഇത് ഇറ്റ് മേ വേരി. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ജനറലി ഇപ്പൊ സ്റ്റോറേജ് പെസ്റ്റിൽ നിന്ന് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതിന്റെ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ അതിന്റെ ഫാമിലി, അത് ഏത് ക്രോപ്പിനെയാണ് പ്രധാനമായിട്ടും എഫക്ട് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ തന്നെയാണ്. അത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി ഇതിന്റെ ഒരു ലോസസ് അറൌണ്ട് എമൗണ്ട് ടു 12 to 16 മില്യൺ മെട്രിക് ടൺസ്, അത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദെൻ സ്റ്റോർഡ് പെസ്റ്റ് ക്യാൻ ലീവ് വിത്തൗട്ട് ഫുഡ് ഫോർ സെവറൽ ഇയേഴ്സ്. അതായത് ഫുഡ് ഇല്ല എങ്കിൽ, അതായത് ഭക്ഷണത്തിന്റെ അഭാവത്തിലും ഇതിന് എന്ത് പറ്റും, കുറെ നാള് സർവൈവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അത് തന്നെ സ്റ്റോറേജ് പെസ്റ്റിന്റെ നാശനഷ്ടം അല്ലെങ്കിൽ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ ഹൈ ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് നല്ല ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ട്, അറൌണ്ട് 200 to 1000 eggs per female, അതാണ് അതിന്റെ ഒരു കണക്കും സൂചിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ഇൻട്രൊഡക്ഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റോറേജ് പെസ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ. സ്റ്റോറേജ് പെസ്റ്റിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ആദ്യമായിട്ട് ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് ഡാമേജ്, അതായത് അത് ഡാമേജ് ഉണ്ടാക്കുന്ന പൊസിഷൻ അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണത്? ഒന്ന് എക്സ്റ്റേണൽ ഫീഡർ എന്നും രണ്ടാമത്തേതായിട്ട് ഇന്റേണൽ ഫീഡർ എന്നും. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട് എക്സ്റ്റേണൽ ഫീഡർ, ഇന്റേണൽ ഫീഡർ. എന്തിന്റെ ബേസിലായിരുന്നു? ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് ഡാമേജ്. അപ്പൊ അത് തന്നെ മനസ്സിലാക്കിയപ്പോൾ അല്ലെങ്കിൽ അത് തന്നെ നമുക്ക് പറഞ്ഞപ്പോൾ എന്താണെന്നുള്ള അണ്ടർസ്റ്റുഡ് ആയിരിക്കും. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇന്റേണൽ എന്നുള്ളത് എന്തായിരിക്കും, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആയിരിക്കും. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്തതായിട്ട് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഗ്രെയിൻസ് ഡാമേജ്, ഏത് തരത്തിലുള്ള ഗ്രെയിൻസിനെയാണ് അത് ഡാമേജ് ചെയ്തത് അതനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റ്, രണ്ട് സെക്കൻഡറി സ്റ്റോറേജ് പെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോറേജ് പെസ്റ്റ് വരുന്നത്. ഒരിക്കൽ കൂടെ പറയാം. ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് ഡാമേജ്, എക്സ്റ്റേണൽ ഫീഡർ, അതുപോലെ തന്നെ ഇന്റേണൽ ഫീഡർ. Then based on type of grains damage, primary storage pest as well as secondary storage pest. Okay, അപ്പൊ ഇത്ര ഏരിയ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഈ എന്തൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ ഒന്ന് ഒരിക്കൽ കൂടി നോക്കാം. ആദ്യത്തേത് ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് ഡാമേജ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഏതൊക്കെയായിരുന്നു? എക്സ്റ്റേണലും ഇന്റേണലും. ഇപ്പൊ എക്സ്റ്റേണൽ ഫീഡർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഫീഡ്സ് ഓൺ ദ ഗ്രെയിൻ ഫ്രം ഔട്ട് സൈഡ്, അതായത് എക്സ്റ്റേണൽ, അതായത് നമ്മുടെ ഗ്രെയിനിന്റെ പുറത്തിരിഞ്ഞാൽ അതിനെ ഫീഡ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ഫീഡർ എന്ന് പറയുന്നത്. അറ്റാക്സ് ഹോൾ ഗ്രെയിൻ ആൻഡ് ഡാമേജ് ജെർമിനൽ പോർഷൻ. അപ്പം ഇത് പുറത്തിരുന്നുകൊണ്ട് നമ്മുടെ ഗ്രെയിൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ചെയ്ത് അത് കഴിച്ചു തീർക്കുന്നതാണ് എക്സ്റ്റേണൽ ഫീഡർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ്, ഇപ്പൊ കുറച്ച് എക്സാമ്പിൾസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ എക്സാമ്പിൾ ഒക്കെ ജസ്റ്റ് ഒന്ന് ഇപ്പൊ അറിഞ്ഞിരിക്കുക. ഇതിന്റെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ഫീഡർ, ഏതൊക്കെയാണ് ഇന്റേണൽ ഫീഡർ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഈ എക്സാമ്പിൾസ് നോക്കാം. ഈ പറയുന്ന പെസ്റ്റുകൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വരുന്ന സ്ലൈഡുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ഫീഡർ? കാപ്ര ബീറ്റിൽ,
റെഡ് ഫ്ലോർ ബീറ്റിൽ, റൈസ് മോത്ത് ആൻഡ് ഇന്ത്യൻ മീൽ മോത്ത്. ഇതൊക്കെ തന്നെയും എക്സ്റ്റേണൽ ഫീഡേഴ്സിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അടുത്തതായിട്ട് ഇന്റേണൽ ഫീഡർ. ഇന്റേണൽ ഫീഡർ എന്ന് പറയുന്നത് ആ പേരിൽ തന്നെയുണ്ട്, വിറ്റ് റിമെയിൻസ് ആൻഡ് ഫീഡ്സ് ഇൻസൈഡ് ദ ഗ്രെയിൻ. ഗ്രെയിൻസിന്റെ അകത്തിരുന്നു കൊണ്ട് ഇത് ഫീഡ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഇന്റേണൽ ഫീഡർ എന്ന് പറയുന്നത്. ഈ ഡാമേജ് ഡിഫിക്കൽട്ടി ടു ഡിറ്റക്ട്. ഇത് ഈ പറയുന്ന പെസ്റ്റ് ഇതിന്റെ അകത്തായതുകൊണ്ട് നമുക്ക് എന്താണ് ഇതിന്റെ ഡാമേജ് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ സിവിയർ ആയിട്ടുള്ള ഒരു ഇൻഫെസ്റ്റേഷൻ നല്ല രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിയുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഇന്റേണൽ ഫീഡേഴ്സിന്റെ അല്ലെങ്കിൽ ആ ഇൻഫെസ്റ്റേഷൻ ഡിറ്റക്ട് ചെയ്യുന്നത് പലപ്പോഴും. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? റൈസ് വീവിൽ, പൾസ് ബീറ്റിൽ, സിഗരറ്റ് ബീറ്റിൽ, സ്വീറ്റ് പൊട്ടറ്റോ വീവിൽ. ഇതൊക്കെ തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇന്റേണൽ ഫീഡേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അടുത്ത ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഗ്രെയിൻസ് ഡാമേജ്. ഏതൊക്കെ തരത്തിലുള്ള, അതായത് എങ്ങനെയുള്ള ഗ്രെയിൻസിനെ ഡാമേജ് ചെയ്യുന്നു എന്നുള്ള ബേസിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റ് എന്നും അതുപോലെ തന്നെ സെക്കൻഡറി സ്റ്റോറേജ് പെസ്റ്റ് എന്നും. അപ്പൊ എന്താണ് പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഡാമേജ് സൗണ്ട് ഗ്രെയിൻസ്, അതായത് ഫ്രഷ് ആയിട്ടുള്ള പുതിയ സൗണ്ട് ഗ്രെയിൻസിനെ ഡാമേജ് ഉണ്ടാക്കുന്നതിനാണ് പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റ്. പ്രൈമറി എന്ന് വെച്ചാൽ എന്താ? ആദ്യം എന്നുള്ളത്. അപ്പം പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഒരു സൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ഫ്രഷ് ഗ്രെയിൻസിനെ അറ്റാക്ക് ചെയ്യുന്ന പെസ്റ്റുകളാണ് പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? റൈസ് വീവിൽ, പൾസ് ബീറ്റ്, റൈസോപെർത്ത, സിറ്റോട്രോഗ, ട്രോഗോഡർമ. ഇതൊക്കെയും സയന്റിഫിക് നെയിംസ് ആണ്. ഇത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇപ്പൊ കേട്ട് പേടിക്കേണ്ട, നമുക്ക് വരുന്ന സ്ലൈഡുകൾ അതൊക്കെ ഡിസ്കസ് ചെയ്യാം. അടുത്തതായിട്ട് സെക്കൻഡറി സ്റ്റോറേജ് പെസ്റ്റ്. അപ്പൊ എന്തായിരിക്കും? പ്രൈമറി എന്ന് പറയുന്നത് സൗണ്ട് ഗ്രെയിൻസിനെ, ഫ്രഷ് ഗ്രെയിൻസിനെ എഫക്ട് ചെയ്യുന്നതാണ്. സെക്കൻഡറി സ്റ്റോറേജ് പെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഡാമേജ് ബ്രോക്കൺ ഓർ ഓൾറെഡി ഡാമേജ്ഡ് ഗ്രെയിൻസ്, അതായത് ബ്രോക്കൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി പ്രൈമറി പെസ്റ്റ് അറ്റാക്ക് ചെയ്ത് ഡാമേജ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രെയിൻസിനെ എഫക്ട് ചെയ്യുന്ന പെസ്റ്റുകളാണ് അല്ലെങ്കിൽ ഇൻഫെസ്റ്റ് ചെയ്യുന്ന പെസ്റ്റുകളാണ് എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് പെസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് റെഡ് ഫ്ലോർ ബീറ്റിൽ, അതായത് അതുപോലെ തന്നെ സോ ടൂത്ത്ഡ് ഗ്രെയിൻ ബീറ്റിൽ. ഓക്കെ, മെജോറിറ്റി വരുന്നതും ഈ പ്രൈമറി സ്റ്റോറേജ് പെസ്റ്റിലായിരിക്കും. പറഞ്ഞ സെക്കൻഡറി സ്റ്റോറേജ് പെസ്റ്റിന്റെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക, റെഡ് ഫ്ലോർ ബീറ്റിലും സോ ടൂത്ത്ഡ് ഗ്രെയിൻ ബീറ്റിലും. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റോറേജ് പെസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഇറ്റ് ഈസ് ഓവർ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്റേണലും എക്സ്റ്റേണലും, അടുത്തത് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ് പെസ്റ്റ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയത് ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് ഡാമേജിനകത്ത് ഇന്റേണൽ ഫീഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് റൈസ് വീവിൽ. റൈസ് വീവിലിന്റെ സയന്റിഫിക് നെയിം സിറ്റോഫിലസ് ഒറൈസെ. അത് വരുന്ന ഫാമിലി കുർക്കുലിയോണിഡെ ആൻഡ് അത് വരുന്ന ഓർഡർ എന്ന് പറയുന്നത് കോളിയോപ്റ്റിറ. അപ്പൊ നമ്മൾ ഇനിയുള്ള ഓരോ പെസ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ പെസ്റ്റിന്റെ കോമൺ നെയിം പറയും. ഇവിടുത്തെ കോമൺ നെയിം ഏതാണ്? റൈസ് വീവിൽ. റൈസ് വീവിൽ എന്നുള്ളതാണ് അതിന്റെ കോമൺ നെയിം. മലയാളത്തിൽ നമ്മൾ അരിച്ചെള്ള് എന്ന് പറയും. ദെൻ സിറ്റോഫിലസ് ഒറൈസി, അത് അതിന്റെ സയന്റിഫിക് നെയിം. ദെൻ അതിന്റെ ഫാമിലി പറയും, ദാറ്റ് ഈസ് കുർക്കുലിയോണിഡെ. ദെൻ അതിന്റെ ഓർഡർ പറയും കോളിയോപ്റ്റിറ. ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ ഇനി വരുന്ന എല്ലാ പെസ്റ്റുകളെയും പരിചയപ്പെടാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോറി, ഇതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, ഇതിന്റെ ഹോസ്റ്റ്. അതായത് ഈ പെസ്റ്റ് ഏത് ക്രോപ്പിനെ അല്ലെങ്കിൽ ഏത് വിളയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഏതൊരു പെസ്റ്റ് എടുത്തു കഴിഞ്ഞാലും ഇതിന്റെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതിന്റെ കോമൺ നെയിം അറിഞ്ഞിരിക്കുക, അതിന്റെ സയന്റിഫിക് നെയിം അറിഞ്ഞിരിക്കുക, ഫാമിലി ആൻഡ് ഓർഡർ. ഫാമിലിയും ഓർഡറും വെച്ചിട്ട് വലിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് PSCയിൽ ഒരു പാറ്റേൺ ഒക്കെ മാറി വരികയാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചോദ്യകർത്താവിനും ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ ഫാമിലി ഓർഡർ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം അതിന്റെ ഹോസ്റ്റ്, അതായത് ഈ പെസ്റ്റ് ഏത് വിളയാണ് എഫക്ട് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുക. അതിന്റെ മെയിൻ ഹോസ്റ്റിനെ എപ്പോഴും അറിഞ്ഞിരിക്കുക. ഏതൊരു ക്രോപ്പ് എടുക്കുമ്പോഴും അതിന്റെ മെയിൻ ഹോസ്റ്റ് ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ റൈസ് വീവിൽ. അപ്പൊ അതിന്റെ ഹോസ്റ്റ് എന്തായിരിക്കും? മെയിൻ ഹോസ്റ്റ് റൈസ് ആയിരിക്കും, അതായത് അരി ആയിരിക്കും അതിന്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്. ദെൻ മെയ്സ് ആൻഡ് അതർ സീരിയൽസ് ഇൻ സ്റ്റോറേജ്. മറ്റ് സീരിയൽസിനൊക്കെ അത് എഫക്ട് ചെയ്യാറുണ്ട്. പറയുന്ന ഈ ഇൻസെക്ടിനെ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെയൊക്കെ വീട്ടിലെ അരി നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഇത് റേഷൻ കടകളിലോ അല്ലെങ്കിൽ സ്റ്റോറേജ് ഗോഡൌൺസിലോ ഒക്കെ പോയി കഴിഞ്ഞാലും ഈ പറയുന്ന റൈസ് വീവിളിന്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു ലൈഫ് സ്റ്റേജസ്? അപ്പം എല്ലാ പെസ്റ്റുകളുടെയും ഈ പറയുന്ന ലൈഫ് സൈക്കിൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ബേസിക് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഇത് അറിഞ്ഞിരിക്കുക. അപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരികയാണ് അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഒരു കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലിലെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് എങ്കിൽ അത് ആൻസർ ചെയ്യാൻ പാകമായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു ലൈഫ് സ്റ്റേജസ് പറഞ്ഞു പോകുന്നത്.
ശരിക്കും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പെസ്റ്റുകളുടെയും സയന്റിഫിക് നെയിം, കോമൺ നെയിം, അതിന്റെ ഹോസ്റ്റ് റേഞ്ച്, ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കുക. അതിനകത്ത് ഒട്ടും വിട്ടുവീഴ്ച വരുത്തരുത്. സയന്റിഫിക് നെയിംസ് ഒക്കെ പഠിക്കാനായിട്ട് നമുക്ക് പക്ഷെ കുറച്ച് പാടായിരിക്കും. പക്ഷെ നമ്മളത് എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടൊന്ന് റീഡ് ചെയ്ത് അല്ലെങ്കിൽ വായിച്ച് പഠിക്കുമ്പോഴൊക്കെ നമുക്കത് തനിയെ ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ എഫേർട്ട് എടുത്ത് തന്നെ നമ്മൾ ഈ ഒരു ഏരിയ പഠിക്കുക. അതിന്റെ അലോങ് വിത്ത് അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ലൈഫ് സൈക്കിളോട് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഓൾമോസ്റ്റ് നിങ്ങളിപ്പോൾ ഒരു കുറെ ക്രോപ്സ്, കുറെ പെസ്റ്റുകൾ പഠിച്ചു കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ ലൈഫ് സ്റ്റേജസ് ഏകദേശം സിമിലർ ആയിരിക്കും. എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ ഡിഫറൻസസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അത് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കാം. അപ്പൊ റൈസ് ഫ്യൂൾ എന്താ ചെയ്യുന്നത്? ഫീമെയിൽ മേക്സ് എ സ്മോൾ ഹോൾ ഇൻ ദ ഗ്രെയിൻ ആൻഡ് ലേസ് എഗ് ആൻഡ് കവേഴ്സ് ഇറ്റ് വിത്ത് ജെലാറ്റിനസ് ഫ്ലൂയിഡ്. അതായത് എന്ത് പറ്റുന്നു, നമ്മുടെ ഗ്രെയിനിന്റെ പുറത്തായിട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഫീമെയിൽ മുട്ടയിടും, എഗ് ലേ ചെയ്യുന്നു. ഇനി അതിന്റെ ഡിഫറെന്റ് സ്റ്റേജസ്, എഗ് അത് ഹാച്ച് ഔട്ട് ചെയ്തിട്ട് ഗ്രബ് ആവുന്നു, അതിന്റെ ഗ്രബ് പിന്നെ അതിന്റെ പ്യൂപ്പേഷന്, ലാർവൽ ഫോംസ്, അങ്ങനെ ഓരോരോ ഫോംസിലേക്ക് കടക്കുകയാണ്. അപ്പൊ എന്ത് പറ്റുന്നു, ഇത് പ്യൂപ്പേറ്റ് ചെയ്തു. ഈ പറയുന്ന ഗ്രെയിൻസിന്റെ അകത്തിരുന്ന് തന്നെയാണ് ഈ ഇത് പ്യൂപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗ്രബ് അല്ലെങ്കിൽ ഇതിന്റെ ഈ യങ് ഫോം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ഗ്രെയിൻസിന്റെ അകത്ത് ഇൻസൈഡ്, അതാണ് ഇന്റേണൽ ഫീഡർ എന്ന് പറയുന്നത്. പ്യൂപ്പേഷൻ എവിടെയാണ് നടക്കുന്നത്? ഇൻസൈഡ് ആണ്. സോ ദാറ്റ് ഇസ് എന്താണ്, ഹെൻസ് ഇറ്റ് ഇസ് നോൺ ആസ് ഇന്റേണൽ ഫീഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അകത്തിരുന്ന് തന്നെ ഇത് പ്യൂപ്പേറ്റ് ചെയ്ത് അകത്തിരുന്ന് തന്നെ ഫീഡ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് വരുന്നു, ഫൈനലി അഡൾട്ട് എമേർജസ് ത്രൂ ആൻ ഇറഗുലർ ഹോൾ മെയ്ഡ് ഓൺ ദ ഗ്രീൻ. ഫൈനലി അതിന്റെ അഡൾട്ട് എമേർജ് ചെയ്ത് പുറത്തു വരുന്നു. ഇതാണ് ഇതിന്റെ ഒരു ലൈഫ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്റേണൽ ഫീഡറും എക്സ്റ്റേണൽ ഫീഡറും നമുക്കൊരു ചെറിയൊരു ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്യൂപ്പേഷൻ, ഇതിന്റെ യങ് സ്റ്റേജ് അല്ലെങ്കിൽ പ്യൂപ്പേഷൻ നടക്കുന്നത് ഇൻസൈഡ് ദ ഗ്രെയിൻ ആയിരിക്കും, ഇൻ ഇന്റേണൽ ഫീഡർ. നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ്. അടുത്തതായിട്ട് ഇനി ഇതിന്റെ സിംറ്റംസ് ആൻഡ് ഡാമേജ്. എല്ലാ പെസ്റ്റുകളും വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന സയന്റിഫിക് നെയിം, കോമൺ നെയിം, ഫാമിലി, ഓർഡർ, ഹോസ്റ്റ്, പിന്നെ അതിന്റെ സിംറ്റംസ് ആൻഡ് ഡാമേജ് ആയിരിക്കും പറയുന്നത്. സിംറ്റംസ് ആൻഡ് ഡാമേജ് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമുക്കത് എന്താ പറയുക, നമ്മുടെയൊക്കെ വീടുകളിലുള്ള ക്രോപ്സും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് സ്റ്റോറേജ് നമ്മുടെ സ്റ്റോർ റൂമിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ സിംറ്റംസും ഡാമേജും ഒക്കെ നമുക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. നമുക്ക് മസ്റ്റ് ആയിട്ട് മെമ്മറൈസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളല്ല. സയന്റിഫിക് നെയിംസ്, ഫാമിലി, ഓർഡർ ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് അരിച്ചുള്ള അല്ലെങ്കിൽ റൈസ് ഫ്യൂളിന്റെ സിംറ്റംസ് ഏതൊക്കെയാന്ന് നോക്കാം. ഇറ്റ് ഡൺ ബൈ ഗ്രബ്സ് ആൻഡ് അഡൾട്ട് ബൈ ബ്രേക്കിംഗ് ആൻഡ് ഹോളോയിങ് ദ ഗ്രെയിൻസ്. അപ്പൊ അതിന്റെ ഗ്രബ്സും അതിന്റെ അഡൾട്ട് ഫോമുമാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് ഡാമേജ് ഉണ്ടാക്കുന്നത്. ദേ ഡിസ്ട്രോയ് മോർ ദാൻ ദേ ഈറ്റ്. അപ്പൊ അത് നല്ല കാര്യമായിട്ടുള്ള ഡാമേജ് അതിനകത്ത് ഉണ്ടാക്കുന്നു എന്നാണ് അർത്ഥം. Then the infested grains become powdered and unfit for consumption. അപ്പൊ അതിന്റെ സിവിയർ ആയിട്ടുള്ള ഇൻഫെസ്റ്റേഷൻ നടക്കുമ്പോഴത്തേക്കും എന്ത് വരുന്നു, ഈ ഗ്രെയിൻസ് ഒക്കെ പൊടിഞ്ഞ്, അരിയൊക്കെ പൊടിഞ്ഞ് നമുക്ക് കാണാം. ചിലപ്പോൾ ചില റേഷൻ കടകളിലൊക്കെ നമ്മൾ ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ ഒക്കെ കുറേ നാളായിട്ട് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന അരി മാറ്റി വെക്കുകയാണെങ്കിൽ, കുറേ നാൾ ഇരിക്കുകയാണെങ്കിലും ഇതിന്റെ ഇൻഫെസ്റ്റേഷൻ കാണാം. അപ്പം സിവിയർ ആയിട്ടുള്ള ഇൻഫെസ്റ്റേഷൻ നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രെയിൻസ് എന്ത് വരുന്നു, പൊടിയായിട്ട് പോകുന്നു. പിന്നെ നമുക്ക് എന്താണ്, ഇറ്റ് ബിക്കം അൺഫിറ്റ് ഫോർ കൺസംഷൻ. നമുക്കത് പിന്നെ കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റാതെ വരും. ഇനി രണ്ടാമത്തെ പെസ്റ്റ് ആണ് ലെസ്സർ ഗ്രെയിൻ ബോറർ അഥവാ പാഡി ബോറർ ബീറ്റിൽ. ലെസ്സർ ഗ്രെയിൻ ബോറർ അഥവാ പാഡി ബോറർ ബീറ്റിൽ. ഇതിന്റെ സയന്റിഫിക് നെയിം ആണ് റൈസോപെർത്ത ഡൊമിനിക്ക. എന്താണ്, റൈസോപെർത്ത ഡൊമിനിക്ക എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. എന്താണ്, റൈസോപെർത്ത ഡൊമിനിക്ക. ഫാമിലി ബോസ്ട്രിക്കിഡെ ഫാമിലി ആൻഡ് കോളിയോപ്റ്റിറ ഓർഡർ. കോളിയോപ്റ്റിറ ഓർഡർ ആൻഡ് ബോസ്ട്രിക്കിഡെ ഫാമിലിയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ബീറ്റിൽസ് ഒക്കെ വരുമ്പോഴത്തേക്കും കോമൺ ആയിട്ട് നമുക്ക് ഓർത്തു വെക്കാൻ വരുന്ന ഒരു കാര്യം, ഇപ്പം വീവിള് ബീറ്റിൽസ് ഒക്കെ വരികയാണെങ്കിൽ അതിന്റെ ഒക്കെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോളിയോപ്റ്റിറ ഓർഡർ ആയിരിക്കും. ജസ്റ്റ് നമുക്കൊന്ന് ഓർത്തു വെക്കാനുള്ള രീതിയിലാണ്. അപ്പൊ എന്താണത്, ലെസ്സർ ഗ്രെയിൻ ബോറർ അഥവാ പാഡി ബോറർ ബീറ്റിൽ റൈസോപെർത്ത ഡൊമിനിക്ക. അപ്പൊ ഞാൻ ഈ ഓരോ സയന്റിഫിക് നെയിംസ് വരുമ്പോൾ അത് പ്രൊനൗൺസ് ചെയ്ത് എങ്ങനെ നിങ്ങൾ കേട്ട് പഠിക്കാം. അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ നമ്മൾ ഇതെല്ലാം എഴുതി വെക്കാം. ഓരോ അതിന്റെ കോമൺ നെയിം എഴുതുക, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അതിന്റെ സയന്റിഫിക് നെയിം എഴുതുക, ഫാമിലി ഓർഡർ എഴുതുക. നമുക്ക് ഈ ക്ലാസ്സിന്റെ നമ്മൾ സ്റ്റോറേജ് ലിസ്റ്റ് എൻഡിൽ ഞാൻ നിങ്ങൾക്ക് ഇതൊരു ടേബിൾ ആയിട്ട് തന്നെ തരാം. അതായത് ഇന്റേണൽ ഫീഡേഴ്സ് ഏതൊക്കെയാണ് അതിന്റെ ഒരു ടേബിൾ ആയിട്ട് കോമൺ നെയിമും ഫാമിലി സയന്റിഫിക് നെയിം എല്ലാം വെച്ചിട്ട് അതുകൊണ്ട് എക്സ്റ്റേണൽ ഫീഡേഴ്സും തരാം. അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് നോക്കി വായിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു 2-3 ദിവസം കൂടുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എടുത്തിട്ട് സയന്റിഫിക് ന്യൂസ് ഒന്ന് വായിച്ച് പഠിക്കുകയാണെങ്കിൽ എക്സാമിനേഷൻ അടുക്കുമ്പോഴത്തേക്ക് എക്സാം ആകുമ്പോഴത്തേക്ക് നമുക്കിത് കാണാപ്പാടം ആയിക്കോളും. ഓക്കെ. അപ്പൊ ഇനി ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും സ്റ്റോർഡ് സീരിയൽസ്. ഇത് പ്രധാനമായിട്ടും സീരിയൽസിനെ എഫക്ട് ചെയ്യുന്ന ഒരു പെസ്റ്റ് ആണ് ലെസ്സർ ഗ്രെയിൻ ബോറർ അല്ലെങ്കിൽ പാഡി ബോറർ ബീറ്റിൽ എന്ന് പറയുന്നത്. അലോങ് വിത്ത് എന്തൊക്കെയാണ്, കസാവ ആൻഡ് സീരിയൽ പ്രൊഡക്ട്സ്. അതായത് നമ്മുടെ സീരിയൽസിന്റെ ധാന്യവിളകളും
അതേപോലെ സ്റ്റോറേജിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അത് നമ്മൾ പൊടിയായിട്ട് സ്റ്റോർ ചെയ്യില്ല. അപ്പം ആ അത്തരത്തിലുള്ള പൊടികൾ ഫ്ലോറിനെ അതിന്റെ പൊടികളിലെയും ഇത് എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ലെസർ ഗ്രെയിൻ ബോറർ അഥവാ പാഡി ബോറർ ബീറ്റിൽ. സയന്റിഫിക് നെയിം എന്തായിരുന്നു? റൈസോപെർത്ത ഡൊമിനിക്ക. ഇനി ഇത് ചെയ്യുന്നത് ഗ്രെയിൻസ് ആർ റെഡ്യൂസ്ഡ് ടു മിയർ ഷെൽസ് ആൻഡ് ദ മിൽഡ് പ്രൊഡക്ട്സ് ഇൻ ദ ടാങ്കിൾഡ് മാസ് ഓഫ് എക്സ്ക്രീറ്റ്. അതായത് ഇത്തരത്തിൽ ഇത് ഫീഡ് ചെയ്തിട്ട് സിവിയർ ആയിട്ടുള്ള ഇൻഫെസ്റ്റേഷൻ ആകുമ്പോഴത്തേക്ക് എന്ത് വരും, ഇതിന്റെ അവശിഷ്ടം അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ഒക്കെ പുറത്തേക്ക് വന്ന് ഒരു ടാങ്കിൾഡ് മാസ് ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ അത് സിവിയർ ആയിട്ടുള്ള ഒരു ഇൻഫെസ്റ്റേഷൻ ആകുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഫൗൾ സ്മെല്ലൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങും. ഇതാണ് ഇതിന്റെ എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഇൻഫെസ്റ്റേഷന്റെ ഡാമേജ് അല്ലെങ്കിൽ സിംറ്റംസ് സൂചിപ്പിക്കുന്നത്. അടുത്തത് മൂന്നാമത്തേതായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ വീവൽ. അതിന്റെ സയന്റിഫിക് നെയിം സൈലാസ് ഫോർമിക്കാരിയസ്, ഫാമിലി എപ്പിയോണിഡെ, എന്താണ് ഓർഡർ കോളിയോപ്റ്റിറ. ഞാൻ നേരത്തെ പറഞ്ഞു വീവിൾ അല്ലെങ്കിൽ ബീറ്റിൽസ് ഒക്കെ വരുമ്പോഴത്തേക്കും കോളിയോപ്റ്റിറ ഓർഡറിലായിരിക്കും വരുന്നത്. ഈ ഒരു പെസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് പെസ്റ്റ് ഓഫ് ബോത്ത് സ്റ്റോറേജ് ആൻഡ് ഫീൽഡ് കണ്ടീഷൻ. അതായത് ഇത് നമുക്ക് സ്റ്റോറേജ് കണ്ടീഷനിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു പെസ്റ്റ് അല്ല. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് ലെവലിലും കാണാൻ പറ്റും. അതായത് നമുക്ക് എന്താണ് സ്വീറ്റ് പൊട്ടറ്റോ എന്നൊരു മധുരക്കിഴങ്ങ്. മധുരക്കിഴങ്ങ് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പെസ്റ്റ് നമുക്ക് ഫീൽഡ് ലെവലിലേക്ക് കാണാം. ഫീൽഡ് ലെവലിൽ നിന്ന് തന്നെ ഇതിന്റെ ഇൻഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് പിന്നീട് സ്റ്റോർ ചെയ്യുന്ന ഗോഡൌൺസിലേക്കോ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന റൂമിലേക്കോ അത് മാറി വരികയാണ്, സ്റ്റോർ ചെയ്ത അറ്റ്മോസ്ഫിയറിലേക്കും അത് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡാമേജ് കോസ് ചെയ്യുന്ന പ്രധാനമായിട്ടും എന്താണ്, ഡാമേജ് ഇസ് കോസ്ഡ് ബൈ ഗ്രബ്സ്. ബീറ്റിൽസിന്റെ ഒക്കെ യങ് ഫോംസിനെ നമ്മൾ ഗ്രബ്സ് എന്നാണ് പറയുന്നത്. ഇനി എന്ത് പറ്റും, ഇതെങ്ങനെയാണ് ഇതിന്റെ സിംറ്റം? ഗ്രബ് ബോർ ഇൻ ടു ദ ട്യൂബേഴ്സ് ആൻഡ് മേക്ക് ടണൽസ് മേക്കിംഗ് ദം അൺഫിറ്റ് ഫോർ കൺസംഷൻ. The grapes also mine the vine of the plant, causing it darken, crack or collapse. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെങ്ങനെയാണ് ഫീൽഡിൽ നിന്ന് തന്നെ ഇൻഫെസ്റ്റേഷൻ തുടങ്ങുന്നത്. ഫീൽഡ് എങ്ങനെയാണ്? ഫീൽഡിൽ നമ്മൾ മധുരക്കിഴങ്ങിന്റെ വള്ളികൾ, ആ വള്ളികളിൽ തന്നെ ഇത് മൈൻ ചെയ്ത് അല്ലെങ്കിൽ വള്ളികളിൽ തന്നെ ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടാക്കി അവിടെ തന്നെ ഇത് അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്നു. അതിനുശേഷം അത് എന്ത് വരുന്നു, ഗ്രാജുവലി അത് ട്യൂബേഴ്സ്, അതായത് കിഴങ്ങിലേക്ക് കയറി ചെറിയ ചെറിയ ടണൽസ് ഫോം ചെയ്ത് ഇങ്ങനെ ഒരു ബ്ലാക്കിഷ് കളറാക്കി കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മധുരക്കിഴങ്ങ് നമുക്ക് എടുക്കാൻ പറ്റുമോ? കഴിക്കാനായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലാണ് ഇതിന്റെ ഒരു ഇൻഫെസ്റ്റേഷൻ വരുന്നത്. ഇനി ഇതിന്റെ ലൈഫ് സ്റ്റേജസ് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് എന്താണ്, അഡൾട്ട് ഫീമെയിൽ ബൈറ്റ് സ്മോൾ ക്യാവിറ്റീസ് ഓൺ വൈൻസ് ആൻഡ് ട്യൂബേഴ്സ്. വൈൻസിലും, അതായത് വൈൻസ് എന്താണ്, മധുരക്കിഴങ്ങിന്റെ വള്ളികൾ ഫീൽഡ് ലെവലിൽ വൈൻസിലും അതുപോലെ തന്നെ ട്യൂബേഴ്സിലും എന്ത് ചെയ്യുന്നു, ഇത് ചെറിയ ചെറിയ ക്യാവിറ്റീസ് ഉണ്ടാക്കിയിട്ടാണ് മുട്ടയിടുന്നത്. അപ്പൊ അത് ഗ്രാജുവലി എന്തായിട്ട് മാറുന്നു, അത് അടുത്ത ഗ്രബായിട്ട് മാറുന്നു. ദെൻ വൈൻസിനകത്തോ അല്ലെങ്കിൽ ട്യൂബറിനുള്ളിൽ തന്നെ ഇത് പ്യൂപ്പേറ്റ് ചെയ്യുന്നു. പ്യൂപ്പേറ്റ് ചെയ്ത് ഫൈനലി അതിന്റെ അഡൾട്ട് ഫോം വരുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ലൈഫ് സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്തതിന് ഇതിന്റെ സിംറ്റംസ് ആണ് യെല്ലോയിങ് ഓഫ് ദ വൈൻസ്. അപ്പൊ നമുക്ക് ഫീൽഡ് ലെവലിൽ തന്നെ ഇതിന്റെ ഒരു സിംറ്റംസ് അല്ലെങ്കിൽ ഇതിന്റെ അറ്റാക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? മഞ്ഞളിപ്പ്, അതായത് നമ്മുടെ വള്ളികളൊക്കെ മഞ്ഞളിച്ചു തുടങ്ങും, ഒരു മഞ്ഞ കളർ വരും. അതുപോലെ തന്നെ ഇൻഫെസ്റ്റഡ് ട്യൂബറീസ് ഓഫൻ റിഡിൽഡ് വിത്ത് ക്യാവിറ്റീസ്. ഇപ്പോൾ ഇവിടെ നോക്കി, ഇത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഇൻഫെസ്റ്റേഷൻ ആണ്. അതായത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ വീവിളിന്റെ ഗ്രബ്സ് ആണ് ഈ ഇതിനകത്ത് കാണുന്നത്. ചെറിയ ചെറിയ പുഴുക്കൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ എന്ത് പറ്റും, ഇത് സിവിയർ ആയിട്ട് ഇങ്ങനെ ക്യാവിറ്റീസ് ഫോം ചെയ്ത് മൊത്തത്തിലൊരു സ്പോഞ്ചി അപ്പിയറൻസ് ആയിരിക്കും. ദെൻ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ഫോം ചെയ്യുന്നു. അപ്പൊ അത്രയും സിവിയർ ആയിട്ട് ഇതിനകത്ത് ഇരുന്ന സംഭവം തിന്ന് തീർത്തിട്ട് ഒരു സിവിയർ ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള ഒരു മധുരക്കിഴങ്ങിൽ സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതാണ് ഇതെന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ വീവിൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു പെസ്റ്റ് ആണ് സിഗരറ്റ് ഓർ ടൊബാക്കോ ബീറ്റിൽ. സിഗരറ്റ് ഓർ ടൊബാക്കോ ബീറ്റിൽ, അതിന്റെ സയന്റിഫിക് നെയിം ലാസിയോഡെർമ സെറികോർണെ. എന്താണ്? ലാസിയോഡെർമ സെറികോർണെ, അല്ലെങ്കിൽ അതിന്റെ ഫാമിലി ഏതാണ്? അനോബിഡെ ഫാമിലി ആൻഡ് കോളിയോപ്റ്റിറ ഓർഡർ. ഞാൻ പറഞ്ഞു ബീറ്റിൽസ് ഒക്കെ വരുന്നത് കോളിയോപ്റ്റിറയിലാണ്. ഞാനത് ആവർത്തിച്ച് പറയാൻ കാരണം നമുക്ക് ലാസ്റ്റ് ഒരു ടേബിൾ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഒരേ ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരേ ഓർഡേഴ്സിൽ വരുന്നതൊക്കെ ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പം ഈ പറയുന്ന പെസ്റ്റ് ഏതാണ്? സിഗരറ്റ് ഓർ ടൊബാക്കോ ബീറ്റിൽ എന്നാണ്. അപ്പൊ അതിന്റെ ആ പേരിൽ തന്നെയുണ്ട്. മെയിൻ ഹോസ്റ്റ് എന്തായിരിക്കും? അതിന്റെ മെയിൻ ഹോസ്റ്റ് വന്നിട്ട് ടൊബാക്കോ, പുകയിലയായിരിക്കും. അതായത് ടൊബാക്കോ ആയിരിക്കും അതിന്റെ മെയിൻ ആയിട്ടുള്ള ഹോസ്റ്റ്, അലോങ് വിത്ത് ജിഞ്ചർ, ചില്ലീസ് ആൻഡ് ടർമറിക്. ഇതിനെയൊക്കെയും ഇത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്? സിഗരറ്റ് ഓർ ടൊബാക്കോ ബീറ്റിൽ. ഓക്കെ. ഇനി എങ്ങനെയാണ് ഇത് ഡാമേജ് കോസ് ചെയ്യുന്നത്? ഗ്രബ് കോസസ് ദ ഡാമേജ് വിച്ച് മെയ്ഡ് സർക്കുലർ പിൻഹെഡ് സൈസ്ഡ് ബോർ ഹോൾസ് ഓൺ പ്രോസസ്ഡ് ടൊബാക്കോ. പ്രോസസ്ഡ് ടൊബാക്കോ എന്ന് വെച്ചാൽ പുകയിലയുടെ പ്രോസസ്ഡ് ഫോം ഏതാണ്? നമ്മുടെ ഈ സിഗരറ്റ്. അപ്പം ഈ പറയുന്ന പ്രോസസ്ഡ് ടൊബാക്കോയിലേക്ക് ഇത്തരത്തിലുള്ള പിൻ ഹെഡ് സൈസിൽ എന്തായിരിക്കും ചെറിയ ചെറിയ ഹോൾസ് ഫോം ചെയ്തിട്ട് ഇതിനകത്തിരുന്ന് എന്ത് ചെയ്യുന്നു, ഈ ഗ്രബ് ഡാമേജ് ഉണ്ടാക്കും. അപ്പൊ നമുക്ക് എന്ത് പറ്റും, ഇത് വിൽക്കാൻ പറ്റുമോ? അപ്പൊ ഇതെന്ത് പറ്റുന്നു, ഇത് കൺസംഷന് അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ സെയിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു. അതാണ് ഇത് ഉണ്ടാക്കുന്ന ഡാമേജ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ലൈഫ് സ്റ്റേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്രീമി വൈറ്റ്
creamy white eggs are laid on the surface of stored material. Stored material surface creamy white eggs lay ചെയ്യുന്നു. Then whitish hairy grubs, ഇത്തരത്തിലുള്ള whitish hairy grubs ഫോം ചെയ്യുന്നു on stored tobacco അല്ലെങ്കിൽ ജിഞ്ചറിലോ ഒക്കെ. അപ്പൊ അതിന്റെ ഒരു ലാർവൽ പീരീഡ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ലാർവൽ പീരീഡ് പിപ്പൽ പീരീഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ഇതിന്റെ ഒരു യങ് ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് വരുന്നത്, അതിന്റെ അഡൾട്ട് എഗ് ലേ ചെയ്യുന്നു, പിന്നെ അതിന്റെ ഡിഫറെന്റ് യങ് സ്റ്റേജസിലൂടെ കടന്ന് പിപ്പേഷൻ ഒക്കെ സംഭവിച്ച് അതിന്റെ ഒരു അഡൾട്ട് ആയിട്ട് എവോൾവ് ചെയ്യുന്നു. ഈ ഒരു എല്ലാത്തിനും ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം കുറെ ലൈഫ് സൈക്കിൾ നമ്മൾ പഠിച്ചപ്പോഴാണെങ്കിലും എല്ലാം ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ജസ്റ്റ് എന്തെങ്കിലും ചെറിയ ഡിഫറൻസുകൾ അതിന് നോട്ട് ഓൺ ചെയ്യാം. പിന്നെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ചില പെസ്റ്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ അത് സ്റ്റോറേജ് ലെവലിലും അതുപോലെ തന്നെ ഫീൽഡ് ലെവലിലും, അപ്പൊ നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ വ്യൂവിൽ അതിനൊരു എക്സാമ്പിൾ, കുറച്ച് മുന്നേ പറഞ്ഞ സ്വീറ്റ് പൊട്ടറ്റോ വ്യൂവിൽ ഒരു എക്സാമ്പിൾ ആയിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോട്ട് ഓൺ ചെയ്യാം. അപ്പൊ അതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അതൊക്കെ ക്വസ്റ്റ്യനിലേക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. സ്റ്റോറേജ് ലെവലിലും അതുപോലെ തന്നെ ഫീൽഡ് ലെവലിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഡ്രഗ് സ്റ്റോർ ബീറ്റിൽ. ഡ്രഗ് സ്റ്റോർ ബീറ്റിലിന്റെ സയന്റിഫിക് നെയിം ആണ് സ്റ്റെഗോബിയം പനീസിയം. സ്റ്റെഗോബിയം പനീസിയം എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. അനോബിഡെ ഫാമിലി. അനോബിഡെ ഫാമിലിയിൽ നമ്മളിപ്പോൾ കുറച്ചധികം പെസ്റ്റുകൾ പറഞ്ഞു. അപ്പൊ അതെല്ലാം ഒരുമിച്ച് നോട്ട് ഡൗൺ ചെയ്യുക. ബീറ്റിലാണ്. ബീറ്റിൽ അതൊരു ഏത് ഓർഡർ ആയിരിക്കും? കോളിയോപ്റ്റെറ ഓർഡർ ആയിരിക്കും. ഇനി ഇതിന്റെ ഹോസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് ടർമറിക്, കൊറിയാണ്ടർ, ഡ്രൈ വെജിറ്റബിൾസ് ആൻഡ് അനിമൽ മാറ്റർ, ഇതൊക്കെയാണ് ഇതിന്റെ ഹോസ്റ്റ് റേഞ്ച് വരുന്നത്. ഡ്രഗ് സ്റ്റോർ ബീറ്റിൽ സ്റ്റെഗോബിയം പനീസിയം. ഓക്കെ, ഇനി ഇതിന്റെ നേച്ചർ ഓഫ് ഡാമേജ് നോക്കിയും. ഗ്രബ്സ് ഡാമേജ് ഡ്രൈഡ് ഹെർബ്സ് ആൻഡ് സ്പൈസസ് ബൈ മേക്കിംഗ് സ്മോൾ സിലിണ്ടറിക്കൽ ഗാലറീസ്. ചെറിയ ചെറിയ സിലിണ്ടറിക്കൽ ഗാലറീസ് ഫോം ചെയ്യും. നമ്മൾ നേരത്തെ സ്വീറ്റ് പൊട്ടറ്റോ വ്യൂവിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ചെറിയ ചെറിയ ടണൽസ് ഫോം ചെയ്യും. ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ഡിഫറൻസസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? ചെറിയ ചെറിയ ഗാലറീസ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ചെറിയ ഇത്തരത്തിലുള്ള വട്ടത്തിലുള്ള ഇങ്ങനെ ചെറിയ ചെറിയ ഗാലറീസ് ഫോം ചെയ്തിട്ട് ഇതിന്റെ അകത്തേക്ക് ഇത് കയറിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നിട്ട് ടണലിംഗ് ഇൻസൈഡ് ആൻഡ് ഫീഡിങ് മേക്ക് ഇറ്റ് അൺഫിറ്റ് ഫോർ കൺസംഷൻ. അപ്പൊ അത്തരത്തിൽ അകത്തിരുന്ന് പതുക്കെ ആശം എന്ത് വരുന്നു? ഇതെല്ലാം തിന്നു തീർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മേജർ മോഡ് ഓഫ് അറ്റാക്ക് എന്ന് പറയുന്നത്. അടുത്തത് പൾസ് ബീറ്റിൽ. പൾസ് ബീറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് കഴിഞ്ഞ വർഷത്തെ 2015 മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടുള്ള ഒരു ഏരിയയാണ് പൾസ് ബീറ്റിൽ. ഈ പൾസ് ബീറ്റിൽ നമ്മൾ നേരത്തെ ആദ്യം റൈസ് ഫീബിൾ, അരിച്ചെള്ള് പറഞ്ഞ പോലെ നമ്മൾ വീട്ടിലൊക്കെ വീട്ടിലൊക്കെ നമ്മൾ കുറച്ച് നാള് എന്താ പറയുക, പയറൊക്കെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പയറൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നർ നമ്മൾ കുറച്ച് നാൾ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നു. തുറന്നു നോക്കുകയാണെങ്കിലും ഒരുപക്ഷെ ഇതിന്റെ ഒരു അറ്റാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് പൾസ് ബീറ്റ് അല്ലെങ്കിൽ കലോസോബ്രൂക്കസ് ചൈനൻസിസ്. എന്താണ് ഫാമിലി? ബ്രൂക്കിഡെ ഫാമിലിയിലാണ് വരുന്നത്. കോളിയോപ്റ്റെറ ഓർഡറിലാണ് വരുന്നത്. എന്താണ്? കോളിയോപ്റ്റെറ ഓർഡറിലാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഹോസ്റ്റ് റേഞ്ച് എന്തായിരിക്കും? പേരിൽ തന്നെയുണ്ട്, പൾസ് ബീറ്റ് ആണ്. അപ്പൊ മെയിൻ ഹോസ്റ്റ് എന്ന് പറയുന്നത് ആയിരിക്കും? പൾസസ് ആയിരിക്കും. സ്റ്റോർഡ് കൗപ്പി അല്ലെങ്കിൽ ഗ്രാംസ്, പൾസസ് ആയിരിക്കും പൾസ് ബീറ്റിന്റെ മെയിൻ എന്ന് പറയുന്നത്, ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന പൾസ് ബീറ്റിലും എന്താണ്? ബോത്ത് സ്റ്റോറേജ് ആൻഡ് ഫീൽഡ് ലെവൽ പെസ്റ്റ് ആണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇതുപോലെ നേരത്തെ എവിടെയായിരുന്നു പറഞ്ഞിരുന്നത്? എവിടെയായിരുന്നു? സ്വീറ്റ് പൊട്ടറ്റോ വ്യൂവിന്റെ കേസിലായിരുന്നു പറഞ്ഞിരുന്നത്. ബോത്ത് സ്റ്റോറേജ് ആൻഡ് ഫീൽഡ് പെസ്റ്റ് ആണ് എന്തും പൾസ് ബീറ്റിലും. Then grubs eat away the entire seed content, leaving only the shell. അപ്പൊ ഇതെന്ന് പറയുന്നത് വളരെ കാണും ഭയങ്കര കുഞ്ഞനാണെങ്കിലും ഇതൊക്കെ വളരെ സിവിയർ ആയിട്ടുള്ള ഇൻഫെസ്റ്റേഷൻ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള കഴിവുള്ള പെസ്റ്റുകളാണ്. ദെൻ ബീറ്റിൽ സ്റ്റാർട്ട് അറ്റാക്കിംഗ് ദ പോട്ട്സ് ഫ്രം ദ ഫീൽഡ് ഇറ്റ്സെൽഫ്. അതായത് പയർ അല്ലെങ്കിൽ ഈ നമ്മുടെ പയർവർഗ്ഗ വിളകൾ ഫീൽഡിലായിരിക്കുമ്പോൾ തന്നെ അതിന്റെ പോഡില്ലേ, ഈ പോഡിനെ തന്നെ ഇത് അറ്റാക്ക് ചെയ്ത് തുടങ്ങുന്നു. അത് ഗ്രാജുവലി നമ്മളത് എന്ത് വരുന്നു? ഗോഡൌൺസിലേക്ക് കൊണ്ടുവരും. അതിന്റെ ഇൻഫെസ്റ്റേഷൻ ഗോഡൌൺസിലേക്ക് കണ്ടിന്യൂ ചെയ്യപ്പെടും. ഇതാണ് പൾസ് ബീറ്റിലേക്ക് ഒരു മോഡ് ഓഫ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെസ്റ്റ് ആണ്. കലോസോബ്രൂക്കസ് ചൈനൻസിസ് എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. എന്താണ് കോമൺ നെയിം? പൾസ് ബീറ്റിൽ, ബ്രൂക്കിഡെ ഫാമിലിയിൽ, കോളിയോപ്റ്റെറ ഓർഡറിൽ വരുന്നു. ഓക്കെ, അടുത്തതായിട്ട് അതിന്റെയും ലൈഫ് സ്റ്റേജസ് ആണ്. ലൈഫ് സ്റ്റേജസ് വന്നിട്ട് വൈറ്റ് ഇലോങ്ങേറ്റ് എഗ്സ് ആർ ലെയ്ഡ് ഓൺ ദ പൾസ്. പൾസിന്റെ സർഫസിൽ വൈറ്റ് ഇലോങ്ങേറ്റ് എഗ്സ് ലേ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഗ്രബ്സ് ഫീഡ് ഓൺ ദ ഇന്നർ കണ്ടന്റ് ഓഫ് ദ പൾസ്. അതായത് അതിന്റെ സീഡിന്റെ ഇന്നർ കണ്ടന്റ് ഒക്കെ അത് ഫീഡ് ചെയ്യുന്നത്. പ്യൂപ്പേഷൻ ഇവിടെ നടക്കുന്നത് ഇൻസൈഡ് ദ ഗ്രെയിൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്റേണൽ ഫീഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ജനറൽ ലൈഫ് സൈക്കിൾ വരുന്നത്. അപ്പൊ നമ്മളിപ്പോ കുറെ അധികം ഇന്റേണൽ ഫീഡേഴ്സ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? നമുക്ക് ജസ്റ്റ് ഒരിക്കൽ കൂടി നോക്കാം. പൾസ് ബീറ്റിൽ, ദെൻ ഡ്രഗ് സ്റ്റോർ ബീറ്റിൽ, ദെൻ എന്തായിരുന്നു? ടൊബാക്കോ അല്ലെങ്കിൽ സിഗരറ്റ് ബീറ്റിൽ, ദെൻ സ്വീറ്റ് പൊട്ടറ്റോ വീവിൽ,
then lesser grain borer, then rice fever. ഇപ്പൊ ഇത്രയും ഇന്റേണൽ ഫീഡേഴ്സ് നമ്മളിന്ന് പഠിച്ചു. അപ്പൊ എല്ലാ പെസ്റ്റുകളും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു, എല്ലാ പെസ്റ്റുകൾ വരുമ്പോൾ അതിന്റെ കോമൺ നെയിമും അതിന്റെ സയന്റിഫിക് നെയിം, അതിന്റെ ഫാമിലി, അതിന്റെ ഓർഡർ. ഇപ്പം ഈ ഫാമിലിയും ഓർഡറും മുൻ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിൽ കൂടിയും നിങ്ങളത് പഠിക്കുക. നിങ്ങളിപ്പം ലാസ്റ്റ് ഒരു ടേബിൾ ആയിട്ട് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ഒരേ ഫാമിലിയിലും ഒരേ ഓർഡേഴ്സിലുള്ളതിനൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാം. കുറച്ചും കൂടി എളുപ്പത്തിൽ ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് ഈ പെസ്റ്റുകളുടെ എല്ലാം പോസ്റ്റ് റേഞ്ച് അറിഞ്ഞിരിക്കുക. ഏത് വിളയാണെങ്കിൽ ഏത് ക്രോപ്പിനെയാണ് അത് പ്രധാനമായിട്ടും അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓരോ പെസ്റ്റുകളെ പറ്റി പഠിക്കുമ്പോഴും ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ. ഒരു ഇപ്പം നമ്മൾ ഈ കുറെ സയന്റിഫിക് നെയിംസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടും എല്ലാം കൂടെ നമുക്ക് ഒരു ക്ലാസ്സിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. നമുക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട്, ഇതിന്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് ഇന്റേണൽ ഫീഡേഴ്സും എക്സ്റ്റേണൽ ഫീഡേഴ്സും വരുന്ന ക്ലാസ്സുകളിലും പിന്നെ തുടർന്ന് അതിന്റെ മാനേജ്മെന്റ്. അപ്പൊ ഈ പെസ്റ്റുകളൊക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, അതിന്റെ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷർമെന്റ്സും അല്ലെങ്കിൽ മെത്തേഡ്സും, അതുപോലെ തന്നെ എന്താണ് ക്യൂറേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സും, അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സിലബസിൽ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് പെസ്റ്റും അതിന്റെ പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് മെത്തേഡ്സും അതിന്റെ മാനേജ്മെന്റും, ഈ മാനേജ്മെന്റ് മെഷേഴ്സ് നമുക്ക് പഠിക്കണം. അപ്പൊ നമുക്ക് ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് കുറച്ച് MCQs, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പൊ എത്രത്തോളം നമുക്ക് ഓർമ്മയുണ്ടെന്നുള്ള ലിസ്റ്റ് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അന്നന്ന് പഠിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഞാൻ എന്റെ മുന്നേ ഉള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഒരു നിശ്ചിത സമയം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് മാറ്റി വെക്കണം, MCQs ഡിസ്കസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പരിശീലിക്കുന്നതിലൂടെ നമുക്ക് എക്സാമിന് വളരെ കാര്യമായിട്ട് നല്ല ഗൗരവത്തോടെ നമുക്ക് ഒരു അപ്രോച്ച് ചെയ്യാനുള്ള ഒരു മനസ്സ് വരും. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് വരും. നമ്മൾ പഠിക്കുന്നു, നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സയന്റിഫിക് നെയിം ഓഫ് റൈസ് വീവൽ? റൈസ് വീവലിന്റെ സയന്റിഫിക് നെയിം എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? റൈസോപെർത്ത ഡൊമിനിക്ക, then Xylus formicarius, then Cytophilus oryzae and Lasioderma sericorne. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഇസ് Cytophilus oryzae. Cytophilus oryzae ആണ് ഇതിന്റെ സയന്റിഫിക് നെയിം, റൈസ് വീവലിന്റെ സയന്റിഫിക് നെയിം. ബാക്കി എന്തൊക്കെയാണ്? റൈസോപെർത്ത ഡൊമിനിക്ക എന്ന് പറഞ്ഞതായിരുന്നു ലെസർ ഗ്രെയിൻ ബോറർ അല്ലെങ്കിൽ പാഡി ബോറർ ബീറ്റിലായിരുന്നു. ദെൻ സൈലാസ് ഫോർമിക്കാരിയസ് എന്ന് പറയുന്നത് സ്വീറ്റ് പൊട്ടറ്റോ വ്യൂളായിരുന്നു. സ്വീറ്റ് പൊട്ടറ്റോ വ്യൂളിന്റെ സയന്റിഫിക് നെയിം ആണ്. ലാസിയോഡെർമ സെറികോർണി എന്ന് പറയുന്നത് നമ്മുടെ സിഗരറ്റ് അല്ലെങ്കിൽ ടൊബാക്കോ ബീറ്റിലിന്റെ സയന്റിഫിക് നെയിം ആയിരുന്നു. അപ്പം റൈസ് വ്യൂൾ വളരെ കോമൺ ആയിട്ട് നമുക്കിപ്പം ഒരു സ്റ്റോറേജ് പെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് റൈസ് വ്യൂളും പൾസ് ബീറ്റിലും ഒക്കെ ആയിരിക്കും. അപ്പൊ അത്രയും വളരെ കോമൺ ആയിട്ടുള്ള, നമുക്ക് ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതായിട്ടുള്ള ഒരു പെസ്റ്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് പഠിക്കാം. എന്തായിരുന്നു സയന്റിഫിക് നെയിം? സിറ്റോഫിലസ് ഒറൈസെ. ഓർത്ത് വെക്കാം, റൈസ് ഒറൈസെ, അത് വെച്ചിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അടുത്തത് ലാസിയോഡെർമെ സെറികോർണെ ഈസ് ദ മേജർ പെസ്റ്റ്. നമ്മളിപ്പോ പറഞ്ഞു തരത്തതേ ഉള്ളൂ. ഏതാണ് ഓപ്ഷൻസ്? റൈസ്, ടൊബാക്കോ, പൾസസ്, വെജിറ്റബിൾസ്. സോറി, ഏതിന്റെ മെയിൻ പെസ്റ്റ് ആണ്? ലാസിയോഡെർമ സെറികോർണെ എന്ന് പറയുന്നത് ടൊബാക്കോയുടെ മേജർ പെസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് FSOയുടെ ക്വസ്റ്റ്യൻ, അതായത് 2015 ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കലോസോബ്രൂക്കസ് ചൈനൻസിസ് ഈസ് എ സ്റ്റോറേജ് പെസ്റ്റ് ഓഫ്. കലോസോബ്രൂക്കസ് ചൈനൻസിസ് ഏത് ക്രോപ്പിന്റെ സ്റ്റോറേജ് പെസ്റ്റ് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഓപ്ഷൻസ് നോക്കാം. വീറ്റ്, റൈസ്, ഫ്രൂട്ട്സ്, പൾസസ്. അപ്പൊ ഇവിടെ നമുക്ക് സയന്റിഫിക് നെയിം തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ സയന്റിഫിക് നെയിം പഠിച്ചിരിക്കേണ്ടതിന്റെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു സയന്റിഫിക് നെയിം തന്നാൽ അതിന്റെ കോമൺ നെയിം നമുക്ക് അറിയണം. അതിന്റെ കോമൺ നെയിമും സയന്റിഫിക് നെയിമും അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കലോസോബ്രൂക്കസ് ചൈനൻസിസ് എന്ന് പറയുമ്പോൾ അതിന്റെ കോമൺ നെയിം എന്താണ്? അതിന്റെ കോമൺ നെയിം അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റൂ. കോമൺ നെയിം എന്താണ്? കലോസോബ്രൂക്കസ് ചൈനൻസിസ് എന്ന് പറയുന്നത് പൾസ് ബീറ്റിലിന്റെ സയന്റിഫിക് നെയിം ആണ്. അപ്പൊ എന്തായിരിക്കും ആൻസർ? അപ്പം നമുക്ക് അതിന്റെ കോമൺ നെയിം അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. അതിന്റെ ആൻസർ എന്തായിരിക്കും? പൾസസ്. പൾസസിന്റെ മേജർ സ്റ്റോറേജ് പെസ്റ്റ് ആണ് പൾസ് ബീറ്റിൽ അഥവാ കലോസോബ്രൂക്കസ് ചൈനൻസിസ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയും ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സ്വീറ്റ് പൊട്ടറ്റോ വീവൽ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് നമുക്ക്. ഒന്നാമത്തത്, ഗ്രബ്സ് ബോർ ഇൻ ടു ദ ട്യൂബേഴ്സ് ആൻഡ് മേക്ക് ടണൽസ് ആൻഡ് മേക്കിംഗ് ദം അൺഫിറ്റ് ഫോർ കൺസംഷൻ. സ്വീറ്റ് പൊട്ടറ്റോ വീവൽ എങ്ങനെയാണോ ചെയ്യുന്നത്, അതിന്റെ ഗ്രബ്സ് എന്ത് ചെയ്യാണ്? ട്യൂബേഴ്സിലേക്ക് ബോർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അതിനകത്ത് ടണൽസ് ഫോം ചെയ്തിട്ട് എന്ത് കിട്ടുന്നു? ആ സംഭവം കംപ്ലീറ്റ് ചെന്ന് നിർത്തിട്ട് അത് അൺഫിറ്റ് ഫോർ കൺസംഷൻ ആവുന്നു. കറക്റ്റ് ആണ്. അടുത്തത്, യെല്ലോയിങ് ഓഫ് ദ വൈൻസ്. അതിന്റെ സിംറ്റംസിൽ വരുന്ന ഒരു സിംറ്റം ആണോ യെല്ലോയിങ് ഓഫ് ദ വൈൻസ് എന്ന് പറയുന്നത്? അടുത്തത്, പെസ്റ്റ് ഓഫ് ബോത്ത് സ്റ്റോറേജ് ആൻഡ് ഫീൽഡ് കണ്ടീഷൻ. സ്റ്റോറേജിലും അതുപോലെ ഫീൽഡ് കണ്ടീഷനിലും കാണപ്പെടുന്നു എന്ന് പറയുന്നു.
നാലാമത്തെ ഓപ്ഷൻ ഓൾ ഓഫ് ദ എബോവ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ആൻസർ ഇസ് ഓൾ ഓഫ് ദ എബോവ്. അതായത് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. യെല്ലോയിങ് ഓഫ് ദ വൈൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫീൽഡ് ലെവലിൽ സ്വീറ്റ് പൊട്ടറ്റോ വീവിളുടെ ഒരു സിംറ്റം ആണ്. അതുപോലെ തന്നെ സ്റ്റോറേജിലും ഫീൽഡ് ലെവലിലും രണ്ട് കണ്ടീഷനിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. പിന്നെ ആദ്യത്തെ പറഞ്ഞ അതിന്റെ സിംറ്റവും കറക്റ്റ് ആണ്. അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സ്റ്റേണൽ ഫീഡർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ഫീഡർ എന്നുള്ളതാണ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? റെഡ് ഫ്ലോർ ബീറ്റിൽ, ഇന്ത്യൻ മീൽ മോത്ത്, റൈസ് മോത്ത് ആൻഡ് ഓൾ ഓഫ് ദീസ്. എന്തായിരിക്കും ആൻസർ? ആൻസർ ഇസ് ഓൾ ഓഫ് ദീസ്. എല്ലാം തന്നെയും എന്താണ് എക്സ്റ്റേണൽ ഫീഡേഴ്സിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ആദ്യം എക്സ്റ്റേണൽ ഫീഡറും ഇന്റേണൽ ഫീഡേഴ്സും പഠിച്ചു. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ബാക്കി ഈ പറയുന്ന എക്സ്റ്റേണൽ ഫീഡേഴ്സ്, ഈ പറയുന്ന റെഡ് ഫ്ലോർ ബീറ്റിൽ, ഇന്ത്യൻ മീൽ മോത്ത്, റൈസ് മോത്തും ഇതിന്റെയൊക്കെ സയന്റിഫിക് നെയിം, അതിന്റെ ഫാമിലി, ഓർഡർ, നേച്ചർ ഓഫ് ഡാമേജ്, ലൈഫ് സൈക്കിൾ, തുടർന്ന് അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സയന്റിഫിക് നെയിംസ് ഒക്കെ ആയിട്ട് ഓർത്ത് വെക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. ഫാമിലിയും ഓർഡറും ഒക്കെ ആയിട്ട് ലാസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരാം. നമുക്ക് ഇതിന്റെ ഒക്കെ എൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു ടേബിൾ ഫോർമാറ്റിൽ കോമൺ നെയിം, സയന്റിഫിക് നെയിം, ഫാമിലി, ഓർഡർ, ഹോസ്റ്റ് അങ്ങനെ ആക്കി വെക്കാം. അങ്ങനെ ആക്കിയിട്ട് നമുക്ക് അത് നല്ല രീതിയിൽ റിവൈസ് ചെയ്താൽ തന്നെ നമുക്കൊരു എക്സാം ആകുമ്പോഴത്തേക്കും ഇതിന്റെ എല്ലാം സയന്റിഫിക് നെയിംസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് മൈൻഡിൽ രജിസ്റ്റേർഡ് ആയിക്കോളും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ബാക്കി ഭാഗമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ എല്ലാവരുടെ പ്രിപ്പറേഷൻ ഒക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, ബൈ.